ഇല്ലാന്ന് പറഞ്ഞുണ്ട് അതിന് മുന്നേ ചോദിക്കണം എല്ലാവരും കിട്ടും സൈഡിലോട്ടൊക്കെ അല്ലല്ലോ ഈ കൈ ആ അങ്ങോട്ടോ എന്തായാലും പോകണം. അല്ല സന്തോഷമല്ല, ഇപ്പോൾ ഇത്ര ദിവസങ്ങൾ നിന്നല്ലോ അതാണ്. ഇതൊരു ഗെയിം ഷോ മാത്രമാണ്. അപ്പൊ ആ ഗെയിം ഷോയിൽ 75 ദിവസം നിൽക്കാന്ന് പറഞ്ഞത് വലിയൊരു കാര്യം തന്നെയാണ്. 75 ദിവസം നിൽക്കാന്ന് പറഞ്ഞാൽ ഒരു ദിവസം വീട്ടിൽ പോയി എനിക്കറിയാം. അവിടെ ഒരു ദിവസം മൊബൈൽ ഫോൺ ജീവിക്കാന്ന് പറയുമ്പോൾ അപ്പോൾ 77 ദിവസം നിന്ന് ഇവരെയൊക്കെ സമ്മതിക്കണ്ടേ, അല്ലെങ്കിൽ 70 ദിവസം നിന്ന് ഇവരെയൊക്കെ സമ്മതിക്കണ്ടേ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ മീഡിയയ്ക്കും, വ്യക്തിപരമായിട്ട് വോട്ടുകൾ ചെയ്ത എല്ലാ ആളുകൾക്കും നന്ദി. ഇറങ്ങി എടാ, ഈ വിമർശനങ്ങളോട് ചേട്ടന് എന്താണ് പറയാനുള്ളത്? വിമർശനങ്ങളോട് പ്രതികരിക്കാനൊന്നുമില്ല. അല്ല, എന്ത് വിമർശനമാണ്? അഖിൽമാരാറ് ചേട്ടനെ ഫോൺ വിളിച്ചിട്ട് ഒരാളുടെ വാക്ക് അല്ല, നമുക്കത് വ്യക്തമായുള്ള ഒരു കാര്യം ചേട്ടൻ ചോദിച്ചത് തന്നെയാണ്. എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അഖിൽമാരാരുടെ സംസ്കാരം എന്താണെന്ന് അഖിൽമാരാരെ എന്നെ വിളിച്ചത് മനസ്സിലാവും. അപ്പോൾ ഓരോ ആളുകൾക്കും ഒരു സംസ്കാരം ഉണ്ടാവും. അവർ ആ രീതിയിലാണ് പ്രതികരിക്കുക. അത് അയാളുടെ രീതിയിൽ പ്രതികരിച്ചു. ഞാൻ എന്നെ വളർത്തിയ അപ്പനമ്മ എന്നെ പഠിപ്പിച്ചൊരു സംസ്കാരമുണ്ട്. ഞാൻ ആ രീതിയിൽ പ്രതികരിച്ചു. അത്രേ ഉള്ളൂ. വേറെ ഇപ്പൊ പറയുന്നില്ല. എനിക്കറിയില്ല, നിങ്ങളല്ലേ പറയണ്ടേ. എനിക്ക് അവസരം കിട്ടുമ്പോൾ ഞാനത് മാക്സിമം ഉപയോഗപ്പെടുത്തി. അത് എങ്ങനെ ഉണ്ടായിരുന്നു പറയേണ്ടത് നിങ്ങളല്ലേ. ഞാൻ ചെയ്തിട്ട് ഞാൻ തന്നെ നല്ലതെന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും അപ്സര ജെനുവിനായിട്ടുള്ള മത്സരാർത്ഥിയാണ് പൊതുവെയുള്ള അഭിപ്രായം. എന്തുകൊണ്ടാണ് നേരത്തെ എവിക്റ്റ് ആയി പോയത്? അറിയില്ല കേട്ടോ, ഞാൻ അങ്ങോട്ടല്ലേ ചോദിക്കുന്നത്. നിങ്ങൾ തന്നെ പറയുന്നത് ഞാൻ നല്ല മത്സരാർത്ഥിയായിരുന്നു. എന്തുകൊണ്ടാണ് ഔട്ടായെന്ന് വെച്ചാൽ നിങ്ങളല്ലേ പറഞ്ഞിട്ടുള്ളത്. എനിക്കറിയില്ല. കാരണം എനിക്ക് അതിനകത്ത് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ എൻ്റെ മാക്സിമം ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കണേ. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഔട്ടായത് എനിക്കറിയില്ല. എന്ത് തന്നെയാലും എനിക്ക് ഔട്ടായതിൽ വിഷമമുണ്ടായിരുന്നു, നല്ല വിഷമമുണ്ടായിരുന്നു. ഞാൻ അവിടെ തമാശയ്ക്കൊക്കെ എപ്പോഴും പറയുമായിരുന്നു, ഔട്ടാവുകയാണെങ്കിൽ അവിടെ കരഞ്ഞ് മെഴുകിയിട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷേ എനിക്ക് കരയാൻ തോന്നിയില്ല സത്യം പറഞ്ഞാൽ. കാരണം ഞാൻ ഔട്ടായെന്ന് കേട്ടപ്പോൾ അവിടെ നിന്ന് എല്ലാ കണ്ടസ്റ്റൻറ്റിനെയും കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നി. നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ പോലും നമ്മൾ പോകുമ്പോൾ സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു വാല്യൂ തരുന്നുള്ളതല്ലേ. ഹൗസിലുള്ളവർ പോലും കരുതിയിരുന്നില്ല എവിക്റ്റ് ആവുമെന്ന് അപ്സര. അതെ, എനിക്ക് അല്ല, ഞാൻ പറയില്ല, നമുക്ക് ലാസ്റ്റ് കപ്പ് മേടിക്കണം, ലാസ്റ്റ് 100 ദിവസം ഫിനിഷ് ചെയ്യണമെന്ന ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ എല്ലാവരും അവിടെ പോകുന്നത്. ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എനിക്കറിയില്ല, പക്ഷേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തതിൽ നിങ്ങൾക്കറിയാം വോട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം സാധാരണ എന്തായാലും എനിക്ക് ഒരു ഉറപ്പുണ്ട്. ഇപ്പം നിങ്ങൾ വന്നതിന് അടിസ്ഥാനത്തിലും ഇപ്പം നമ്മൾ വരുന്ന വഴിയിലായാലും ആൾക്കാർ പറയുന്നതിനനുസരിച്ചൊക്കെ എനിക്ക് മനസ്സിലായത് എന്തായാലും സാധാരണക്കാരുടെ മനസ്സിലല്ലെങ്കിൽ ഇത് ജെന്യുവനായിട്ട് കണ്ട ആസ്വദിച്ച പ്രേക്ഷകരുടെ മനസ്സിൽ ഞാൻ എന്നും ഉണ്ടാവുന്നൊരു വിശ്വാസമുണ്ട്. എനിക്കറിയില്ല, നിങ്ങളെപ്പോലെ തന്നെയാണ് ഞാനും. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ഇത്ര നേരം വന്ന് ടേസ്റ്റ് ചെയ്തതിന്. അതോ, താങ്ക് യു. എനിക്കറിയില്ല, നമുക്ക് ഞാൻ പറഞ്ഞില്ല, എനിക്കിപ്പോൾ വന്നിട്ടേ ഉള്ളൂ. എനിക്കറിയില്ല, ഞാൻ ഇന്നലെ കഴിഞ്ഞു, ഇപ്പോൾ വന്ന് ആൾക്കാരൊക്കെ കാണുന്നതിൻ്റെ ഞെട്ടലിലാണ്. ആദ്യം ഇങ്ങനെ ഓരോരുത്തരുടെ ശബ്ദം കേൾക്കുമ്പോഴും ക്യാമറേസൊക്കെ കാണുമ്പോഴത്തേക്ക് കുറേ ദിവസത്തിന് ശേഷം കാണുമല്ലേ. ആദ്യമായിട്ട് ഫോൺ കൈ കിട്ടിയപ്പോൾ തന്നെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ എന്തായാലും വിശേഷങ്ങളൊക്കെ നമുക്ക് പിന്നെ വിശദമായിട്ട് തന്നെ പറയാം, ഉറപ്പായിട്ട് പറയാം. കുറേ വിശേഷങ്ങളുണ്ട് പറയാൻ, കുറേ കാര്യങ്ങളുണ്ട് സംസാരിക്കാൻ. നിങ്ങളുടെ വിശേഷങ്ങളും എനിക്കറിയണം, കാരണം ഞാൻ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഇനി കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. അപ്പോൾ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ബിഗ് ബോസ് എത്രത്തോളം ജീവിതം മാറ്റി മറിച്ചിട്ടുണ്ട്? കുറേ ഉണ്ട് വിശേഷം, അതാണ് കുറേ പറയാനുണ്ട്. ഇപ്പോൾ ഒറ്റയടിക്ക് പറഞ്ഞാൽ ഒരുപാട് പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ. ലാലേട്ടനെ കണ്ടതായാലും അതാണ് നമുക്ക് ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല, ഒരുപാട് വിശേഷമുണ്ട്. ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് അർജുനാണ്. അർജുനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ല, അർജുൻ എനിക്കതിൽ പ്രിയപ്പെട്ട എല്ലാവരോടും ഞാൻ ഒരു സൗഹൃദം മാക്സിമം വെക്കാൻ ശ്രമിച്ച ഒരാളാണ്. അർജുനോടുള്ള ഇത്
അപ്പം എന്താ പറയുക, ഞാൻ ഏറ്റവും കൂടുതൽ വഴക്കിട്ട ആളും പിണങ്ങിയ ആളൊക്കെ അർജുനായിരിക്കും. എനിക്ക് ഒരു ഇഷ്ടം കൂടുതലുകൊണ്ടാണ്, ഒരു സ്വാതന്ത്ര്യം കൂടുതലുള്ളതുകൊണ്ടാണ്. അപ്പം അർജുൻ ഭയങ്കരമായിട്ട് കരഞ്ഞപ്പം നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർ അടുത്തുനിന്ന് പോകുമ്പോൾ ഒരു സങ്കടം തോന്നില്ല. എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായത് എല്ലാവർക്കും ആ ഒരു ഇഷ്ടം ഉള്ളിലുണ്ടായിരുന്നതുകൊണ്ടാണ് ആ സൗഹൃദ ഇഷ്ടമൊക്കെ പുറത്ത് വരുമ്പോഴും നമുക്ക് കാണിക്കാൻ പറ്റട്ടെ. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് പറയാം. എനിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആണ് ഞാൻ. അവസാന സമയങ്ങളിൽ ജാസ്മിനായിട്ട് ഭയങ്കര ഒരു കോംബോ അല്ലെങ്കിൽ ഭയങ്കര സ്നേഹബന്ധത്തിലായിരുന്നല്ലോ. അതെന്താ അറിയോ, തുടക്കത്തിലുണ്ടായിരുന്നു. പക്ഷെ ആൾക്കാർ ചുരുങ്ങുന്നതനുസരിച്ച് നിങ്ങൾക്ക് കാണുന്നത് കുറച്ചും കൂടി വിസിബിൾ ആവുന്നേ ഉള്ളൂ. ഞാൻ ആദ്യമേ എല്ലാവരുമായിട്ടും ഒരു എന്നാലും നിങ്ങൾ ഒരുമിച്ചുള്ള ഒരു ഉറക്കവും കാര്യങ്ങളൊക്കെ ഭയങ്കര സംസാരമൊക്കെ ഭയങ്കരമായിട്ട്. ഞാൻ എന്നും എൻ്റെ ബെഡ്റൂമിൽ തന്നെ ഉറങ്ങിയിട്ടുള്ളൂ. ഞാൻ അല്ല, ഒരുമിച്ചുണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ അവിടെ യുദ്ധത്തിനൊന്നും പോയതല്ലല്ലോ. എനിക്ക് എല്ലാവരോടും അങ്ങനെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു എവിക്ഷൻ ആയിരുന്നു തോന്നുന്നു. ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതല്ല, എവിക്ഷൻ എന്ന് പറഞ്ഞാൽ ബോർഡ് എടുത്തപ്പോൾ പെട്ടെന്നൊരു ഞെട്ടൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ബാക്കിൽ നിൽക്കുന്ന കണ്ടസ്റ്റന്റ് പോലും അപ്സരയാണ് ഔട്ടായെന്നുള്ളൊരു ചിന്ത വന്നിരുന്നു. അപ്പൊ അതൊരു നിങ്ങളല്ലേ അതിന് മറുപടി പറയണ്ടത്? നിങ്ങളൊക്കെ അല്ലേ വോട്ട് ചെയ്യുന്നത്? ഞാൻ അകത്തല്ലായിരുന്നു. എനിക്ക് എന്തറിയാം. അതെ, എനിക്ക് ബാക്കി എന്റെ വീട്ടുകാരോട് ഞാൻ സംസാരിച്ചോളൂ. അമ്മയെക്കൊണ്ട് പറയാം, കുറെ വിശേഷങ്ങളുണ്ട്. ഇപ്പൊ വിശദമായിട്ട് പറയും, ഒറ്റയ്ക്ക് പറയാൻ പറ്റില്ല. ഇനിയിപ്പോ ആർക്കായിരിക്കും അതൊക്കെ പറയാം. സമയമുണ്ടല്ലോ, നമുക്ക് ഒരുപാട് സമയം പറയാം. ഉറപ്പായിട്ട് പറയാം. ഇറങ്ങിയിട്ട് ഇപ്പോൾ മണിക്കൂറുകളായി. അപ്പോൾ പുറത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്തായിരുന്നു. ഇല്ല, എനിക്ക് കാണാം. അതെങ്കിലും സമ്മതിക്കണ്ടേ? ചെറിയ ചെറിയ വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ഒന്നിനെ കുറിച്ച് ഒരു പിടിയില്ല. അതേ ഫോണ് കിട്ടി ഇന്നലെ രാത്രി എനിക്ക് കിട്ടുന്നത്. ഫോണ് കിട്ടുമ്പോൾ തൊട്ട് ആദ്യമായിട്ട് ഫോൺ വാങ്ങുമ്പോൾ നമുക്കൊരു പുതിയ ഫോൺ വാങ്ങുമ്പോഴേ നമുക്ക് ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഇല്ല. അതുപോലെയായിരുന്നു. ഇനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കണേ ഉള്ളൂ. എല്ലാത്തിനും നമുക്ക് മറുപടി പറയാം. എല്ലാത്തിനും പ്രതിവിധികളുണ്ട്. ഒന്നിനും ബിഗ് ബോസിൽ ഇറങ്ങിയ കണ്ടസ്റ്റന്റ് അല്ലേ, അപ്പൊ ഇച്ചിരി ധൈര്യമൊക്കെ കാണും. പറയാം, സമയമുണ്ടല്ലോ, ഒരുപാട് സമയമുണ്ട്. നമുക്ക് വിശദമായിട്ട് എല്ലാം പറയാം. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ. നിങ്ങളെല്ലാവരും വന്നപ്പോൾ നേരം വെയിറ്റ് ചെയ്തതിന് ഒരുപാട് സന്തോഷം. എന്തായാലും നിങ്ങൾ ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അല്ലാത്തവരോട് എനിക്ക് പരിഭവമൊന്നുമില്ല. എന്തായാലും ഭർത്താവിന്റെ പിന്തുണ ഒരുപാട് ബിഗ് ബോസിൽ കണ്ടിരുന്നു. എന്നെ സഹിക്കാൻ തുടങ്ങിയിട്ട് 2.5 വർഷമായില്ലേ. അപ്പൊ എന്തായാലും പിന്തുണച്ചല്ലേ പറ്റൂ. അല്ല, എൻ്റെ ഫാമിലി മൊത്തം എനിക്കറിയാം. ഞാനവിടെ ഉറങ്ങാതിരുന്ന അല്ലെങ്കിൽ ഞാനവിടെ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ടോ അതിൻ്റെ ഇരട്ടി എൻ്റെ ഫാമിലി കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അത് എന്ത് തന്നെയായാലും എനിക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. ഒരുപാട് സന്തോഷം. ബാക്കി നമുക്ക് പറയാം. ഞാൻ പറഞ്ഞ എനിക്ക് അറിയില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. സത്യസന്ധമായിട്ട് പറയാൻ എനിക്കറിയില്ല. കഴിയട്ടെ, ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും സംസാരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സേവിംഗ് ആയിട്ടുള്ളവരൊക്കെ പുറത്താക്കുന്നത് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയല്ല ബ്രോ, ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള അപ്സര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ ഇതിനു മുന്നേ ഞാൻ ഇറങ്ങിയപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ടോപ്പ് 5 കപ്പടിക്കാൻ സാധ്യത ഉള്ള ഒരു വ്യക്തിയാണ് ഇപ്പൊ പുറത്തായിരിക്കുന്നത്. അത് പുറത്തത്തെ കളിയും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അകത്തുള്ളൊരു ഡിസ്റ്റർബിംഗ് അല്ല എന്നല്ല, അകത്ത് ഇപ്പോഴും ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ളവരുണ്ട്. ഇനിയും വീണ്ടും ആ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ളവരൊക്കെയാണ് പിന്നെയും പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിന് ഒരു അർത്ഥമില്ലാണ്ടായിപ്പോ. അല്ല, വേറൊന്നുമില്ല. ഇപ്പം റസ്മിൻ ഇറങ്ങിയ സമയത്താണേലും ഇതേ ഞെട്ടല് ഒരുപാട് പേർക്ക് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇറങ്ങിയപ്പോഴും എനിക്കറിയില്ല നിങ്ങൾക്ക് എത്രത്തോളം എഫക്ട് ചെയ്യുന്ന എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഞെട്ടി, സത്യമാണ്. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇതല്ലല്ലോ, നമുക്ക് കപ്പ് കിട്ടുക എന്നുള്ളത് എല്ലാവരും ഡ്രീമാണ്. അവിടെ നിന്ന് 25 പേരുടെയും ഡ്രീമാണ്. പക്ഷേ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എത്ര കാലം നിങ്ങളുടെ മനസ്സിൽ നിൽക്കും എന്നുള്ളതിലാണ് ഏറ്റവും വലിയ സക്സസ് ആയിട്ട് ഞങ്ങൾ കാണുന്നത്. ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്തായാലും അത്ര പെട്ടെന്നൊന്നും നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകില്ലാന്ന്. ഇറങ്ങുന്ന ആൾക്കാരോട് നിങ്ങളെ നന്നായിട്ട് കളിച്ചു, അയ്യോ നിങ്ങൾ ഇപ്പോഴൊന്നും ഇറങ്ങേണ്ട ആളല്ലായിരുന്നു എന്ന് പറയുന്നത് അത് കേൾക്കുമ്പോഴാണ് ഞങ്ങൾ അത്ര എന്താ പറയാ, അതാണ് ഞങ്ങളുടെ സക്സസ്. അങ്ങനെ ഞാൻ വിചാരിക്കുന്നു. അപ്സരയ്ക്ക് അങ്ങനെ ഒരിക്കലും അല്ല. അങ്ങനെയെങ്കിൽ നമ്മളെയൊക്കെ എന്തായാലും നല്ല കണ്ടസ്റ്റന്റിനെ ഏഷ്യാനെറ്റ് അവിടെ നിർത്താനല്ലേ നോക്കുള്ളൂ. അവര് പോലും വിചാരിച്ചില്ല. റസ്മിൻ പുറത്ത് വന്നിട്ട് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എപ്പിസോഡൊന്നും കണ്ടിട്ടില്ല. കാരണം എനിക്ക് കാണുമ്പോൾ നല്ല സങ്കടമായിരുന്നു. അവിടെ ഇവർ ഓരോ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഞാൻ അവിടെ ഉണ്ട്. ഞാനപ്പോൾ ഒരു എപ്പിസോഡ് കണ്ടിട്ട് ഞാൻ അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് ഞാൻ ഒറ്റയ്ക്കിരുന്ന് പറയാം. അപ്പം ഞാൻ വേണ്ട ഇനി കണ്ടാൽ ശരിയാവില്ല, സങ്കടം വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചു. എവിക്ഷൻ എപ്പിസോഡ് മാത്രമാണ് ഞാൻ കണ്ടത്, വേറെ ഒന്നും കണ്ടില്ല. എന്നെ കാണാൻ ഓടി വന്നില്ലേ? അല്ല, ഈ ബന്ധം എങ്ങനെയാ വന്നേ? എനിക്ക് അവിടെ കണ്ടതിൽ ഏറ്റവും പ്യുവർ സോളായിട്ട് തോന്നി, ഭയങ്കര ജെന്യൂനായിട്ട് തോന്നിയ ഒരാൾ റസ്മിനാണ്. ഭയങ്കര സത്യസന്ധയാണ്. അവള് കാണിച്ചൊക്കെ നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ
അതൊക്കെ ഭയങ്കര സത്യസന്ധ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു കയ്യിൽ നിന്ന് പോയ കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ ഭയങ്കര സത്യസന്ധമായ ഒരു കുട്ടിയാണ് കേട്ടോ. നല്ല കുട്ടി. റസ്മിനെ പറ്റിയുള്ള എല്ലാവരും പരാതി പറയുന്നത് റസ്മിൻ എല്ലാവരും മനസ്സറിഞ്ഞ് അവരുടെ കൂടെ നിൽക്കുന്ന പറയുന്നത്, മനസ്സറിഞ്ഞ് അവരുടെ കൂടെ ആയി പോകുന്ന പറഞ്ഞ് റസ്മിൻ്റെതായ ഒരു രീതിയിലുള്ളൊരു ഇതുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, നമ്മൾ കേട്ടിരിക്കുമ്പോ എന്താ പറയാ, മറ്റുള്ളവരുടെ വിഷമങ്ങളും റസ്മിൻ മനസ്സിലാക്കുന്നുള്ളൊരു അത് ചെറുതായിട്ട് അങ്ങനെ ആയിപ്പോയി. പക്ഷെ തിരിച്ച് ട്രാക്കിലേക്ക് വന്നതാണ്. അപ്പോഴേക്കും ജനങ്ങൾ നല്ല വ്യക്തി ആയതുകൊണ്ട് അതാണ്. ഓക്കെ ഗൈസ്, ഞാൻ കൊണ്ടുപോകാം.